പെസഹാക്കാലം 5-ാം ഞായർ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളുടെ വചന സന്ദേശം. ദൈവത്തെ കൃഷിക്കാരനായും ഇസ്രയേലിനെ മുന്തിരിച്ചെടിയായും ഉപമിക്കുന്നത് പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുദാൻ മുന്തിരിച്ചെടിയും ദൈവപിതാവ് കൃഷിക്കാരനുമാണെന്ന് പറയുന്നുണ്ട്. യേശു പഴയ നിയമത്തിലെ ഇസ്രയേലിന്റെ സ്ഥാനത്താണെന്നും അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും പുതിയ ഇസ്രയേലിലെ അംഗങ്ങളാണെന്നും സുവിശേഷത്തിലൂടെ ക്രിസ്തു വ്യക്തമാക്കുന്നു. AD 70-കളിൽ ദൈവാലയത്തിന്റെ നാശത്തിനു ശേഷം യഹൂദർ പുതിയ രീതിയിൽ സംഘടിക്കപ്പെടുകയും പല യഹൂദരും ക്രിസ്ത്യാനികളാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരാണ് എന്ന ചോദ്യത്തിന് ഒരു ക്രിസ്ത്യാനി ഒരു പുതിയ ഇസ്രയേലിലെ അംഗമാണെന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷത്തിൽ നാം ശ്രവിച്ച 2 പ്രധാന വാക്കുകളാണ്: 1 ഫലം പുറപ്പെടുവിക്കുക, 2 എന്നിൽ വസിക്കുക. ഈ 2 പ്രവർത്തനങ്ങളും ഒന്നിടവിട്ടുള്ള യാഥാർത്ഥ്യങ്ങളല്ല, മറിച്ച് ഒരേ സമയം സംഭവിക്കുന്ന ഘടകങ്ങളാണ്. ഇവിടെ ഫലം പുറപ്പെടുവിക്കുക എന്നതുകൊണ്ട് ഭൗതിക ജീവിത വിജയം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് സ്വർഗരാജ്യം പ്രാപ്യമാകുന്ന രീതിക്ക് ഒരു ക്രിസ്ത്യാനി പുറപ്പെടുവിക്കുന്ന ആത്മീയ ഫലങ്ങളാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവുമായി പുലർത്തുന്ന ഗാഢമായ ബന്ധമാണ്. ഈ ബന്ധം നിലനിർത്തുന്നവൻ ജീവിതത്തിൽ നിർജീവനാകുന്നില്ല, മറിച്ച് സജീവനായി തീരുന്നുവെന്ന് യേശു വ്യക്തമാക്കുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഈ യാഥാർത്ഥ്യത്തെ ഒരു പരിധിവരെ വൈദ്യുതിയോടോ ഇന്റർനെറ്റിനോടോ ഉപമിക്കാവുന്നതാണ്. വൈദ്യുത ബന്ധം നിലനിർത്തുമ്പോൾ അവ സ്വീകരിക്കുന്ന ഉപകരണങ്ങൾ ജീവസുറ്റതായി മാറുന്നു. ബന്ധം നഷ്ടപ്പെടുമ്പോൾ ആ ഉപകരണങ്ങൾ നിശ്ചലമാകുന്നു. ക്രമേണ അവ ഉപയോഗശൂന്യങ്ങളായി മാറും. നാം എങ്ങനെയാണ് ഫലം പുറപ്പെടുവിക്കേണ്ടതെന്നും എങ്ങനെയാണ് യേശുവിൽ നിലനിൽക്കേണ്ടതെന്നും ഇന്നത്തെ 2ാം വായന നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഫലങ്ങൾ നാം കാണിക്കേണ്ടത് വാക്കിലും സംസാരത്തിലുമല്ല, മറിച്ച് പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ദൈവത്തിൽ നാം വസിക്കുന്നത് ദൈവികമായ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും നാം അനുസരിക്കുമ്പോഴാണ് എന്ന് വചനം വ്യക്തത നൽകുന്നു. ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കണമോ വേണ്ടയോ എന്നുള്ളത് വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി സഹനത്തിലൂടെ വെട്ടിയൊരുക്കുന്ന കർത്തവ്യം ദൈവത്തിൽ നിക്ഷിപ്തമാണ്. തന്നിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശു ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു: എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്ന് വളർന്ന് ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ തനിക്ക് തായ്തണ്ടിനെ ആശ്രയിക്കാതെ തന്നെ ജീവിക്കുവാൻ സാധിക്കുമെന്ന് കരുതി തായ്തണ്ടിൽ നിന്നും വേർപെടുത്തപ്പെടുന്ന ശാഖയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ആദ്യത്തെ 3-4 ദിവസം ആ ശാഖ തന്നിലെ ജീവന്റെ പച്ചപ്പ് സൂക്ഷിക്കുന്നു, എന്നാൽ ക്രമേണ വാടി നശിച്ചു പോകുന്നു. യേശുവിൽ നിന്ന് അകലുമ്പോൾ നമുക്കും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. ആദ്യം കുറച്ചുകാലം യേശുവിൽ നിന്ന് സ്വീകരിച്ച ആത്മീയ അനുഗ്രഹത്തിന്റെ പച്ചപ്പ് നമ്മിൽ നിലനിൽക്കും. അപ്പോൾ നമുക്ക് തോന്നും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്. എന്നാൽ കുറച്ചുകാലം കഴിയുമ്പോൾ നമ്മുടെ ജീവിതവും വാടിക്കരിഞ്ഞ് ഉപയോഗശൂന്യമാകുമെന്ന് ഉപമയിലൂടെ ക്രിസ്തു വെളിപ്പെടുത്തുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയും അനൈക്യവും കൊഴിഞ്ഞുപോകലും സംശയവും യേശുവിനെ കൂടാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് അഹങ്കരിക്കുകയും ചെയ്തിരുന്ന ആദിമസഭയിലെ ഒരു വിശ്വാസ സമൂഹത്തിന് മുന്നറിയിപ്പും ആശ്വാസവുമായിട്ടാണ് വിശുദ്ധ യോഹന്നാൻ തന്റെ തിരുവചനങ്ങൾ എഴുതിയത്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇടവകയിലും യൂണിറ്റുകളിലും തത്തുല്യമായ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഈ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: എന്നിൽ വസിക്കുക, ഫലം പുറപ്പെടുവിക്കുക എന്ന ക്രിസ്തുവിന്റെ ജീവമൊഴികൾ. ക്രിസ്തുവിന്റെ ഈ പ്രബോധനം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ ഫലദായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധാരണയായി മുന്തിരിത്തോപ്പിലെ കൃഷിക്കാർ തണുപ്പുകാലം കഴിഞ്ഞ് വസന്തം വിരിയും മുൻപേ മുന്തിരിച്ചെടികൾ വെട്ടിനിർത്താൻ തുടങ്ങും. യാതൊരു ദാക്ഷിണ്യം കൂടാതെ ഓമനിച്ചു വളർത്തിയ മുന്തിരിച്ചെടിയെ അല്പം അകലം പിടിച്ച് ശാഖകളെയും ഉപശാഖകളെയും വെട്ടിവീഴ്ത്തുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം അനുഭവപ്പെട്ടെന്ന് വരാം. കാരണം വെട്ടിക്കഴിഞ്ഞാൽ നാം കാണുന്നത് തായ്ച്ചെടിയും അതിനോട് വളരെ അടുത്തു ചേർന്ന് നിൽക്കുന്ന ഏതാനും ഉപശാഖകളെയും മാത്രമാണ്. പിന്നെ വളമിട്ട് ധാരാളം വെള്ളം നൽകി കൃഷിക്കാർ മാസങ്ങളോളം പരിചരിക്കുന്നു. വസന്തം വിരിയുമ്പോൾ മുന്തിരിച്ചെടിയുടെ ശാഖകൾ തളിർക്കുന്നു. അപ്പോഴും കൃഷിക്കാരൻ ക്ഷമയോടെ അതിന് വെള്ളവും വളവും നൽകി അതിനെ പരിചരിക്കും. തളിർത്തു വരുന്ന ശാഖകളെ തോട്ടത്തിലെ താങ്ങുകളുടെ സഹായത്തോടെ പന്തലിലേക്ക് വളരെ കൃത്യമായും വാത്സല്യത്തോടും കൂടെ പടർത്തിവിടും. ധാരാളം ശാഖകൾ വളർന്ന് പച്ചപിടിച്ച് മുന്തിരിച്ചെടി തഴച്ചു വളരുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല.
തായ്ച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾക്ക് മാത്രമേ ഫലം നൽകാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ കൃഷിക്കാർ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാത്തവ, ഫലം നൽകാത്തവ തക്ക സമയത്ത് മുന്തിരിച്ചെടിയിൽ നിന്നും മുറിച്ചു മാറ്റും. പ്രിയപ്പെട്ടവരെ, മുന്തിരിച്ചെടിയോട് ശാഖ ഒട്ടി നിൽക്കുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് അവിടുത്തെ കൃപാവരം ലഭ്യമാകുന്നത്. കൃപാസ്പർശത്തിന്റെ സമൃദ്ധിയാണ് ജീവിതത്തെ ഫലമണിയിക്കുന്നത്. തായ്ച്ചെടിയാകുന്ന ക്രിസ്തുവിനോടും അവിടുത്തെ സുവിശേഷത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ബോധ്യത്തോടെ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിക്കുക എന്ന വ്യക്തമായ ധാരണയാണ് ഇന്നത്തെ സുവിശേഷം മുന്നോട്ട് വയ്ക്കുന്നത്. ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ആത്മീയമായ ശക്തിയാണ് മുന്തിരിച്ചെടിയുടെ ഉപമ നമ്മുടെ മുൻപിൽ പ്രകടമാക്കുന്നത്. ഇതാണ് ക്രിസ്തു രൂപപ്പെടുത്തിയ പുതിയ ആകാശവും പുതിയ ഭൂമിയും. സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും കരുതലുകൾ നമ്മിൽ നിന്ന് അകറ്റി നാഥനോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദിതനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.